ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ മണിക്കൂട്ടന് പനിയാന്ന്. അപ്പോൾ മണിക്കൂട്ടനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. കുറച്ച് തുണികൾ കഴുകാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെഷീനിലിട്ടു. അപ്പോൾ റോക്കി പിണങ്ങി കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വാവച്ചില്ലല്ലോ. മണിക്കൂട്ടൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളൂ. വാവച്ചി ഉണ്ടെങ്കിൽ ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ചുണ്ടമല്ലിമേ നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട് നോക്കി നോക്കിയെന്ന്. അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കി. അപ്പം നിറച്ച് മുട്ടുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല മഴയില്ലായിരുന്നു. അപ്പം നല്ലോണം പെട്ടെന്ന് വളർന്ന് നിറച്ച് മുട്ടൊക്കെ ഉണ്ടായി. അപ്പം അച്ഛൻ ഒരു തേയിന് 5 രൂപയായിട്ടാണ് ഇവിടുന്ന് മേടിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ മണിക്കൂട്ടനെ ആക്കിയിട്ട് നേരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ട് പോയി. പിന്നെ അവിടെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറി. അപ്പം തലശ്ശേരി ചായക്കട എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതാ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പം നല്ല ബിരിയാണികളും ഓർഡർ അനുസരിച്ചൊക്കെ വീട്ടിൽ എത്തിച്ച് തരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കട ഇത്തിരി കൂടി വലുതാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ 2 സ്നാക്സൊക്കെ വാങ്ങിച്ചു. അപ്പം ചിക്കൻ നിറച്ചതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എരിവായിരുന്നു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാവച്ചിക്കും മണിക്കൂട്ടനും ഓരോ എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചു. അപ്പം അങ്ങനെ മണിക്കൂട്ടൻ കഴിച്ചൊന്നുമില്ല. നല്ല പനിയല്ലായിരുന്നു. വാവച്ചി മാത്രമാണ് കഴിച്ചത്. അപ്പം പഴം നിറച്ചതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ പിന്നെ വേറെ എവിടെയും കയറാൻ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ മണിക്കൂട്ടന് നല്ല പനിയല്ല. അവൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നത്. വാവച്ചി ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. വന്ന് നോക്കിയപ്പോഴേ ആൾ പാവം പുതച്ച് മൂടി കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പം ഞാൻ വേഗം പുതപ്പൊക്കെ മാറ്റിയിട്ട് തൊട്ട് നോക്കിയപ്പോൾ പനിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവന് 2 ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഗുളിയൊക്കെ കൊടുത്തു. അപ്പോൾ ഒന്നും കഴിക്കണില്ല. ഭയങ്കര മടിയാണ് കഴിക്കാൻ. വായിക്ക് രസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വാവച്ച് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അവളും 2 ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇതെന്നും ആൾക്ക് പതിവാണ് ഈ പഴം ഫ്രൈ ചെയ്ത് കഴിക്കൽ. അപ്പം അങ്ങനെ ആൾ ഒരു പഴമൊക്കെ എടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ചീത്ത പറയുന്നുണ്ട് ഇനി എന്തിനാ വാവച്ച് ഇതൊക്കെ കഴിക്കണേന്ന് ചോദിച്ചിട്ട്. അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.